بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم. صدق الله. പരലോകത്ത് മൂന്ന് വിഭാഗമായ ആളുകൾ തിരിയുമെന്നും ഒരു വിഭാഗത്തിന്റെ പേര് അസ്ഹാബുൽ മൈമന, മറ്റൊരു വിഭാഗം അസ്ഹാബുൽ മഷ്അമ, പിന്നെ വസ്സാബിഖൂൻ എന്ന ഒരു വിഭാഗവും. നേരെ അതിനർത്ഥം മുൻകടന്നവർ എന്നാണ്. ദുനിയാവിൽ ഈമാനിലും അമലിലുമായി മുൻകടന്നപ്പോൾ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് മുൻകടക്കുന്ന ആളുകൾ എന്നാണ് അതിന്റെ ചുരുക്കം. ആ സാബിഖങ്ങളിൽ ഓരോ ഉമ്മത്തിലും ഹെഡിനെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഉമ്മത്തിലും ഈ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ചില ആളുകളുടെ പേര് കിതാബിൽ കാണാം. ഉമ്മത്ത് മൂസ അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽ നിന്ന് സാബിഖ്യങ്ങളിൽ മുൻനിരയിൽപ്പെട്ടവര് മുഅ്മിനു ആലി ഫിർഔനാണ് എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഫിർഔന്റെ കുടുംബത്തിൽ വിശ്വാസികളായ ആളുകൾ. ഫിറഔനെ നിങ്ങൾക്കറിയാലോ, ഈ ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ മനുഷ്യരൂപമായിരുന്നു ഫിർഔൻ. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറയാൻ വരെ അവന്റെ അഹങ്കാരം അവനെ പാകപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഫിറഔന്റെ കൊട്ടാരത്തിൽ കഴിയുന്ന ഫിറഔന്റെ ഭാര്യ ആസിയ ബീവി, അവര് മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന മഹദിയായിരുന്നു. ആ വിശ്വാസം ഉൾക്കൊണ്ടു എന്ന കാരണത്താൽ സ്വന്തം ഭർത്താവിനാൽ അതിക്രൂരമായി ചുട്ടുപഴുത്ത മണൽ ഭൂമിയിൽ മലർത്തിക്കിടത്തി അതിശക്തമായി ഇരുമ്പിന്റെ ദണ്ടുകളും പാറകളും ആണികളും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം സഹധർമ്മിണിയെ ക്രൂരമായി നിഷ്കരുണം മർദ്ദിച്ചിരുന്ന ആളാണ് ഫിർഔൻ. ആ ഫിർഔന്റെ എല്ലാ മർദ്ദനങ്ങളും പീഡനങ്ങളും വേദനകളും പ്രതിസന്ധിയും പരീക്ഷണവും കളിയാക്കലും പരാജയപ്പെടുത്തലും ഇടിയും അടിയും ചവിട്ടലും എല്ലാം വിശ്വാസത്തിന്റെ മുമ്പിൽ പുഞ്ചിരിച്ച് പൂമാല പോലെ സ്വീകരിച്ച ലോകാത്ഭുതത്തിന്റെ പേരാണ് ആസിയ ബീവി. ആ ആസിയ ബീവിയും അതുപോലെ ഫിറഔന്റെ കുടുംബത്തിൽ മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച കാരണത്താൽ ചവച്ചരച്ച് കൊല്ലപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും ആ സമുദായത്തിൽ നിന്ന് സാബിഖ്യങ്ങളിൽ മുൻനിരയിൽ എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്നാൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിൽ ആരാണ് സാബിഖ്? മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഹബീബുൻ നജ്ജാർ എന്ന മഹാനാണ്. ആരാണ് ഹബീബുൻ നജ്ജാർ? ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലക്കാരനാണ്, അന്താക്കിയ പട്ടണക്കാരനാണ്. ഒരു കാലത്ത് ബിംബങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്ന ആളായിരുന്നു. അങ്ങോട്ട് ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ പോയി തൗഹീദിന്റെ പ്രബോധനം നടത്തിയപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ച് മുഅ്മിനീങ്ങളായവരാണ്. ആ മുഅ്മിനീങ്ങളിൽ പെട്ട മഹാനാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അവര് ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെ അന്താക്കിയ പട്ടണക്കാർ ക്രൂരമായി അവരുടെ നാട്ടിൽ വന്ന് പ്രബോധനം ചെയ്തു എന്ന കാരണത്താൽ മർദ്ദിക്കുന്നതായി അറിഞ്ഞു. ഇവരെ വിശ്വസിച്ചു. ബിംബത്തിനെ വിറ്റ് ജീവിതം, അതിന്റെ വരുമാനത്തിൽ ജീവിതം പച്ച പിടിപ്പിക്കുന്ന ഈ ആള്, ബിംബാരാധകൻ മാത്രല്ല അത് വിൽക്കുന്ന ആള്, ഇസ്ലാമിലേക്ക് ഈമാനിലേക്ക് കയറി വന്നു. അപ്പോഴേക്ക് ഈമാൻ അടിച്ചു കയറി. അങ്ങനെയാണ് ചില ആളുകൾ വിശ്വസിക്കുമ്പോഴൊക്കെ ആളിപ്പടർന്ന് വലിയ മക്കാമിലെത്തും. ഈമാന്റെ വലിയ അവസ്ഥ അദ്ദേഹത്തിന് കൈവന്നു. അപ്പോഴാണ് തന്റെ നാട്ടുകാര് താൻ ആരിൽ നിന്നാണോ ഇസ്ലാം ഉൾക്കൊണ്ടത് ആ പ്രഭാഷകന്മാരെല്ലാരും കൂടി പീഡിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് ഈ വിവരം അറിഞ്ഞിട്ട് ഓടി വരികയാണ്. യാസീൻ സൂറത്ത് പറയുന്നുണ്ട്,
وجاء من أقصى المدينة رجل يسعى قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. ഇത് അദ്ദേഹത്തിനെ കുറിച്ചാണ്. മദീന പട്ടണം, മദീന എന്ന് പറഞ്ഞാൽ പട്ടണം എന്നുള്ള അർത്ഥമാണ്, അല്ലാതെ യഥാർത്ഥ മദീന അല്ല. അന്താക്കിയ പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്ന് ഒരു റജുല് വന്നു. ആ റജുല് ഹബീബുൻ നജ്ജാർ. വന്നത് എങ്ങനെ? സ്പീഡിൽ വന്നു എന്നാ. കാരണം ഇവരെ മർദ്ദിക്കുന്നുണ്ട് എന്ന് അയാൾ കേട്ട ഉടനെ തന്റെ നാട്ടിൽ വന്നിട്ട് തൗഹീദ് പ്രബോധനം നടത്തുന്ന ആളുകൾ മർദ്ദിക്കുന്ന വിവരം കേട്ടപ്പോ നാട്ടുകാരെ തടുക്കാൻ വേണ്ടി ഓടി വരികയാണ്. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? ഈ രണ്ട് പ്രഭാഷകന്മാരെ വളഞ്ഞിട്ട് അടിച്ച് കൊല്ലാനാക്കുന്ന നാട്ടുകാർ എല്ലാരും ഇയാൾക്കെതിരെ തിരിഞ്ഞു. സ്വന്തം നാട്ടുകാരനെതിരെ തിരിഞ്ഞു. ഇയും കൂടി അയാളപ്പം എന്ന് പറഞ്ഞിട്ട് അതിശക്തമായ മർദ്ദനങ്ങളായിരുന്നു അഴിച്ചുവിട്ടിരുന്നത് ആ പച്ച പാവത്തിനെതിരെ. മർദ്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ ജാതി എന്ന് വെച്ചാൽ അടിച്ചിട്ട് കവള് പൊട്ടിച്ചു, ഊരക്ക് ചവിട്ടിയിട്ട് എല്ല് പൊട്ടിച്ചു, പള്ളക്ക് നാഭിക്ക് ചവിട്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൊടൽമാല പിന്ദ്വാരത്തിലൂടെ ഒന്നായിട്ട് പുറത്തേക്ക് വന്നു എന്നാണ്. ചവിട്ടാണ്ട് കിട്ടിയിട്ട്. എന്തിന്റെ പേരിൽ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്. വിശ്വസിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടുകാർ അന്താക്കിയ പട്ടണക്കാരുടെ അതിക്രൂരമായ മർദ്ദന, തണ്ടന, താടന, പീഡന, പരീക്ഷണ, പ്രതിസന്ധി, തീച്ചൂളക്ക് പാത്രീഭവിച്ചുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിലുള്ള കൊടലുകളൊക്കെ പുറത്തേക്ക് തള്ളിയ അവസ്ഥയിൽ ഈ ലോകത്ത് വെച്ചുകൊണ്ട് വഫാത്തായ മഹാനാണ് ഹബീബുൻ നജ്ജാർ. അദ്ദേഹത്തെ കുറിച്ച് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൊടൽമാലൊക്കെ പുറത്തേക്ക് കണ്ട് വീണു. അയാള് അവിടെ കിടന്നു വഫാത്തായി. അപ്പോ എന്താ അതിന്റെ അപ്പുറത്തായത്തെന്താ? യാസീനിലെ കയ്യില യാസീന്റെ അപ്പുറത്തായത്തെന്നോ സ്വർഗത്ത് കടക്കന്മാരില്ലേ? കത്തം ഹാഫിദ് ഓടിക്കല്ലേ? ജാറജിലും അവിടെ നിന്ന് ഓടിക്കാൻ. ജാറജിലും അക്സൽ മദീനത്തെ കാലിയ കൗമി തബിഉൽ മുർസലീൻ തബിഉ മല്ലാ അസ്ലക്കും അജറം വഹും മുത്തദൂൻ മാലി അലാ അഅ്ബുദുല്ലദീ ഫത്രനി വഇലൈഹി തുർജഊൻ മിൻ ദൂനിഹി ആലിയതൻ യുരിദു റഹ്മാൻ വദുരില്ലാ തുന്നി ശഫാഅത്തുൻ ഷൈഉൻ വലാ യൻഖിദൂൻ ഇന്നി ഇദല്ല ഫി ളലാലിൻ ഇന്നി ആമൻതു ബിറബ്ബിക്കും വസ്മഊൻ. ഇനി അപ്പുറത്ത് എനിക്ക് കിട്ടായിട്ടല്ല അവരൊന്ന് ഓർമ്മപ്പെടുത്ത. അതാണ് അദ്ദേഹത്തിന്റെ കൊടലൊക്കെ പുറത്തേക്ക് ചാടി അദ്ദേഹം അവിടെ കിടന്ന് പെടഞ്ഞാണ്ട് മരിച്ചു. കയ്യില ആ മരിക്കുമ്പോ തന്നെ പറയപ്പെട്ടു എന്നാ മലക്കുകള് ആരാ? അള്ളാഹുത്തല ഏൽപ്പിച്ച ആളുകൾ പറയപ്പെട്ടു. അള്ളാഹുത്തല ഏൽപ്പിച്ച ആളുകൾ പറഞ്ഞു. അപ്പൊ ആളവിടെ അറിയാത്തോണ്ട് കയ്യില പറയപ്പെട്ടു. ഉദ്ഖുലിൽ ജന്ന. മരിക്കുമ്പോ തന്നെ ഓല ചവിട്ട് പറയാ സ്വർഗത്ത് കൊണ്ട് പോര്, വേറെ ഒന്നും നോക്കാനില്ല. ബിംബത്തിന് ഏറ്റ് വിറ്റിരുന്ന ആളോട്. സുബ്ഹാനല്ലാഹ്. ബിംബുണ്ടാക്കി അത് വിറ്റ് വരുമാനമാർഗം ആക്കിയ ആളുടെ കുടൽമാല പുറത്തേക്ക് ആടി വഫാത്തായ ഉടനെ അള്ളാന്റെ ആളുകൾ പറയാണ് സ്വർഗത്തെ കൊണ്ട് കയറിക്കോളി, ഇടയിൽ വേറെ ഒന്നും ഇല്ലാണ്ട് കയറിക്കോളിന്ന്. കാരണം എന്താ? ഇടയിൽ ഇദ്ദേഹം ആ പ്രബോധകന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനിലേക്ക് വന്നു. ഒരമലും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനോട് പറയപ്പെട്ടു ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നോ. നീ കേട്ടോ, നീ അപ്പുറത്ത് പറഞ്ഞത് ഈ ഹബീബുൻ നജ്ജാർ പറഞ്ഞതാണ്, മലക്കുകൾ പറഞ്ഞതല്ല. ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തേക്ക് കടന്നോ എന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം സ്വർഗത്തിലെത്തി. എന്നിട്ട് ഇനി അദ്ദേഹം പ്രസംഗിക്കുന്നത് സ്വർഗത്ത് പോയിട്ടാണ്. അത് അള്ളാഹ് പറയാണ്. അതുകൊണ്ടാണ് ഹബീബരായ തങ്ങളുടെ ഒരു ഹദീസ് കാണാം, സ്വർഗത്തിൽ പോയി പ്രഭാഷണം നടത്തിയ പ്രഭാഷകനാണ് ഹബീബുൻ നജ്ജാർ എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ കടന്നു എന്ന് പറയലോടുകൂടി അദ്ദേഹത്തിന്റെ റൂഹ് നേരെ പോയത് ഇല്ലിയിലേക്കാണ്. അദ്ദേഹം സ്വർഗത്തിലെത്തി. എന്നിട്ട് അദ്ദേഹം സ്വർഗത്ത് പോയിട്ട് അവിടുന്ന് പറയാണ്, യാ ലൈത ഖൗമി അഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി
വജഅലനി മിനൽ മുക്രമീൻ. അടിയും ഇടിയും ചവിട്ടും കുത്തലും പൊട്ടലും എല്ല് പൊട്ടലും നാവ് പുറത്തേക്ക് ചാടലും കുടൽമാല പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് അതാ കൊഴിഞ്ഞു വീഴലും ആ രക്തത്തിൽ കിടന്ന് പെടഞ്ഞ് മരിച്ച ഹബീബുൻ നജ്ജാർ സ്വർഗത്തിൽ പോയിട്ടൊരു പ്രസംഗമാണ്, യാ ലൈത ഖൗമി യഅലമൂൻ. എന്നെ അടിച്ചു കൊന്ന എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറലി, എനിക്ക് എന്റെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും കുഴപ്പങ്ങളും മോശങ്ങളും കുറ്റങ്ങളും തമ്മാടിത്തരങ്ങളും ബിംബം വിറ്റതടക്കമുള്ള എല്ലാം റബ്ബ് തആല എനിക്ക് പുറത്തു തന്നിരിക്കുന്നു. വജഅലനി മിനൽ മുക്രമീൻ. എന്നെ അല്ലാഹുനാൽ ആദരിക്കപ്പെട്ടവരിൽ പടച്ചവൻ പെടുത്തിയിരിക്കുന്നു. എന്നെ അടിച്ച് കൊന്ന നാട്ടുകാരെങ്ങാനും ഇപ്പൊ എനിക്കുള്ള സുഖം അറിഞ്ഞെങ്കിൽ എന്ന് അവിടെ പോയിട്ട് അവര് പ്രസംഗിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ. ഫലസ്തീനിലെ ഓമന മക്കൾ വെടിയുണ്ടേറ്റ് പെടഞ്ഞ് അവരുടെ ചാരത്തിൽ നിന്ന് വെണ്ണീറും പുകയും പുറത്തേക്ക് പ്രവഹിക്കുന്ന സമയത്ത് അത് കണ്ട് നെഞ്ച് പൊട്ടുന്നതിനിടയിൽ എനിക്കാകെയുള്ള ആശ്വാസം ഈ ആയത്താണ്. നമ്മൾ അവർക്ക് വേണ്ടി കരഞ്ഞ് ദുആ നടത്തുമ്പോൾ അവരുടെ കാര്യമോർത്തുകൊണ്ട് പല ആളുകൾക്കും നിദ്ര നഷ്ടപ്പെടുമ്പോൾ ഭക്ഷണം ഇറങ്ങാത്ത സ്ഥിതിവിശേഷം വരുമ്പോൾ അവര് മുഴുവനും സ്വർഗത്തിലെത്തിയിട്ട് പറയുന്നുണ്ടാകും, ഞങ്ങളെ ഇടിച്ച് പൊടിച്ച് നിരപ്പാക്കിയ ജൂത പരിശീലങ്ങാനും ഞങ്ങൾക്ക് മരണാനന്തരം പടച്ചവൻ തന്ന സ്വർഗത്തിലെ സമുന്നതമായ സ്ഥാനമൊന്നറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടോ അവിടെ പോയിട്ട്? ഇതൊക്കെ നമ്മൾ ഈ ലോകത്ത് കാണുന്ന ചിത്രങ്ങളും ചരിത്രങ്ങളും അല്ലേ. ചരിത്രം വേറെയുണ്ട്. നമുക്കിങ്ങനെ തോന്നും എന്താ ദ്വാരന്നിട്ട് ഉത്തരം കിട്ടാത്തതെന്ന്. അവർക്ക് ഈ തോന്നും ആ ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ ഇഞ്ഞൊന്ന്. കാരണം ഈ ഉത്തരം കിട്ടാത്തോണ്ടല്ല അവിടെ എത്തിയത്. ഉത്തരം കിട്ടിയ ആ സംഗതി നിൽക്കും. അവർക്ക് ഇക്കോലത്തിൽ അവിടെ എത്താൻ പറ്റൂല. രണ്ട് ലോകം കൂടി വായിച്ചിട്ടേ പടച്ചവന്റെ തീരുമാനത്തെ അളക്കാൻ പറ്റൂ. ചില ആളുകൾ പറയും, ഈ ലോകത്ത് കണ്ടില്ലേ അല്ല എന്ത് നീതിമാന. ചില ആളുകൾ കണ്ണൊട്ടന്മാര്, ചില ആളുകൾ കുഷ്ഠരോഗികൾ, ചില ആളുകൾ വികലാംഗർ, ചില ആളുകൾ പണിക്കാർ, ചില ആളുകൾ പണക്കാര്. ഇങ്ങനെ ചെയ്യാൻ പാടോ? എന്താ രണ്ട് ലോകം കൂടി കൂട്ടി വായിക്ക്. ഇവിടുത്തെ കുഷ്ഠരോഗി കഷ്ടപ്പെടുന്ന ആൾ, ഇവിടുത്തെ അന്ധൻ നാളെ അതിന്റെ കാരണത്താൽ ക്ഷമിച്ചതിന്റെ പേരിൽ പടച്ചവൻ കൊടുക്കുന്ന സ്വർഗത്തിലെ സമ്മാനം ഇങ്ങനെ കാണുമ്പോ രണ്ട് കണ്ണിനും കാഴ്ചയുള്ള ആളുകൾക്ക് തോന്നും എനിക്കും കണ്ണൊട്ടനായ മതിയായിരുന്നു എന്ന്. അതും കൂടി വിലയിരുത്തിയിട്ട് വേണം അള്ളാന്റെ തീരുമാനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ. അല്ലാതെ ഈ ഹ്രസ്വമായ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങൾ മാത്രം കൊടുത്തിട്ട് ആ പരീക്ഷണമുള്ള ആളുകളെ പടച്ചവൻ കൈയൊഴിച്ചു, ഒരു അനീതിയായി പോയി എന്നൊക്കെ ചിന്തിക്കുന്നത് മറ്റൊരു ലോകം തലയിലില്ലാത്ത യുക്തിവാദികളാ. നമുക്ക് പറ്റൂല. നമുക്ക് രണ്ട് ലോകവും വെച്ചുകൊണ്ട് വേണം അളക്കാൻ. അപ്പോഴേ ആ വിഷയം കൃത്യമാവുള്ളൂ. ഇവിടെ കണ്ടോ, ലോകത്ത് നിസ്തുല്യമായ സമാനതയില്ലാത്ത അക്രമത്തിന് വിധേയനായി പരലോക പൗരത്വം സ്വീകരിച്ച ഹബീബുൻ നജ്ജാർ അതിന്റെ പേരിൽ പരിതപിക്കുകയല്ല, മറിച്ച് സ്വർഗസ്ഥനായി അവിടെ പോയി പറയാൻ, എനിക്കിപ്പോ അവരാ ആക്രമിച്ചതിന്റെ പേരിൽ ഞാൻ ഉൾക്കൊണ്ട ഈമാന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ തന്ന ആദരവും സമ്മാനവും എങ്ങാനും എന്നെ എറിഞ്ഞ് അടിച്ച് കൊന്ന നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ ആ പാവങ്ങളും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്തതിനെ പേരിൽ ദുഃഖിക്കുമായിരുന്നു. അവരും എന്റെ ഈ അവസ്ഥ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു എന്ന് സ്വർഗത്ത് പോയി തനിക്കുള്ള സ്ഥാനം നാട്ടുകാർക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആശിച്ച് പ്രശംസിച്ച് പ്രസംഗിച്ച ഹബീബുൻ നജ്ജാർ അവരാണ് ഉമ്മത്തു ഈസായിൽ സാബിഖീങ്ങളെ നയിക്കുന്ന ആള്. ഇനിയിപ്പോ ഈ ഉമ്മത്തിൽ ആരാണ് സാബിഖീങ്ങളുടെ നേതൃത്വം? രണ്ട് ലീഡർമാരാണ്. ഒന്ന് അബൂബക്കർ റളിയല്ലാഹു, മറ്റൊന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. രണ്ട് ലീഡർമാരാണ്. അവരാണ് സാബിഖീങ്ങളിൽ മുൻനിരയിലുള്ളവർ. അവർ ചരിത്രം ഞാൻ പറയണില്ല. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നാളെയും കൂടി കുറച്ച് സംസാരിച്ചിട്ട് ഒറ്റ ആയത്തിലേക്ക് പിന്നെ പോവാം. ഏതായാലും അല്ലാഹു തആല എവിടെങ്കിലും നമുക്കൊരു ഇടം പ്രദാനം ചെയ്യട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി. നാരോട് ആരാ വാക്കില്ല?
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم رب ارحمهما كما ربونا صغارا. اللهم انصر أمة